ചെറുവത്തൂർ വീരമലക്കുന്നിൽ വീണ്ടും വൻ മണ്ണിടിച്ചിൽ 3 വാഹനങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദേശീയപാതയിൽ മയിച്ച ഭാഗത്ത് പൂർണ്ണമായും മണ്ണ് നിറഞ്ഞു. മണിക്കൂറുകളായി മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. ബുധനാഴ്ച രാവിലെ 10:15ഓടെയാണ് വീരമലക്കുന്നിന്റെ ഒരു ഭാഗം ദേശീയപാതയെ വന്നു മൂടിയത്. കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും ചെറുവത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒരു കാറും ബൈക്കും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഇതിനു തൊട്ടു മുമ്പ് ഒരു സ്വകാര്യ ബസ്സും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് കടന്നുപോയിരുന്നു. ഒരു കാർ ഉണ്ടായിന്, ആ ഒരു കാർ അവിടെ നിന്ന് നീങ്ങിയിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വന്നിന്. കാറിന്റെ സൈഡിൽ ഫുള്ള് മണ്ണലുണ്ടായിന്. കപ്പാസിറ്റി സീറ്റൊന്നും ആയിട്ടൊന്നുമില്ല. ഞാൻ അവരെ എടുത്തിട്ട് ഹോട്ടലിൽ ആക്കിയിട്ടുണ്ട്. രക്ഷയൊന്നുമില്ല. പിന്നെ അതിന്റെ ഉള്ളിൽ അപ്പുറത്ത് വണ്ടി ഉണ്ടോ നമുക്ക് സെറ്റ് കണ്ടില്ല. ചളിയിൽ തട്ടി കാറിങ്ങനെ ഒന്നുമല്ലേ? കാർ ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ നിന്നത് ചളിയോടെ വന്നിട്ട് കാർ ഇപ്പൊ അവിടെ തന്നെ വന്നിട്ട് ആ മണ്ണെല്ലാം ഇപ്പൊ അതിന് മൊത്തം അതിന് മുകളിലാട്ടി. കുത്തിയൊലിച്ചു വന്ന ചെളിയിലും മണ്ണിലും കാറ് റോഡിൽ നിന്നും ദൂരേക്ക് തെന്നിമാറി. അധ്യാപികയായ സിന്ധു ഹരീഷാണ് കാറിലുണ്ടായിരുന്നത്. അപകടമുണ്ടാക്കിയ മാനസികാഘാതത്തിൽ നിന്നും ഇവരിപ്പോഴും മോചിതയായിട്ടില്ല. ഞാൻ സൈഡിലേക്ക് മാക്സിമം പിന്നെ അടുത്ത് അപ്പോഴത്തേക്ക് മണ്ണെണ്ണ നീക്കിയിട്ട് സൈഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ സൈഡിലേക്ക് പോവാൻ നിന്നാല് കുഴിയാണ്. ഞാനപ്പോഴാ എഞ്ചിൻ ഓഫാക്കി എനിക്ക് ഇറങ്ങാനാവില്ല. മണ്ണ് ഫുള്ള് മണ്ണായി. ചളി വെള്ളം ഇത്ര വരെ ചളി വെള്ളമായി. കാഞ്ഞങ്ങാട് സൗത്ത് സ്വദേശി സുധീഷാണ് വൻ അപകടത്തിൽ നിന്നും തലനാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട മറ്റൊരാൾ. മണ്ണിടിഞ്ഞ് അടുത്തെത്തിയതോടെ തന്റെ സ്കൂട്ടർ റോഡിന് പുറത്തേക്ക് വെട്ടിച്ചാണ് സുധീഷ് രക്ഷപ്പെട്ടത്. കടന്ന് കണ്ണൂരേക്ക് പോകുന്നതായിരുന്നു. പിന്നെ വേറെ വണ്ടിയൊന്നും എന്റെ ബാക്കിൽ ഒരു കാറുണ്ടായി. പിന്നെ കാറപ്പന്നെ ഞാനും അത് ദൂരത്തെ കാണുന്നുണ്ട്. ചെറുങ്ങനെ പൊട്ടി പോകുന്ന കണ്ണ് കാണുന്നുണ്ട്. ഇവന് ഭാഗ്യം അത് പെട്ടെന്ന് ഞാൻ സൈഡ് കൊടുത്തോണ്ട് ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ ആ ഭാഗത്തുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അടിയിൽ ഉണ്ടാവട്ടെ. കാറ് ജസ്റ്റ് മിസ്സായത്. ഞാനും കാർ മാത്രമല്ല, വേറെ ബസ് ഓവർടേക്ക് ചെയ്തിന്. എൻ്റെ ബാക്കിൽ ബസ് ഉണ്ടായിന്. പിന്നെ റൂട്ടിന് പണിക്കാർ ഒരു ബസ് ഉണ്ടായിരുന്നു, അത് ഓവർടേക്ക് ചെയ്തു. വേറെ വണ്ടിയൊന്നും ഇല്ല. എൻ്റെ ഫ്രണ്ടിലൊരു വണ്ടിയൊന്നും ഇല്ല. അപ്പം ഞാൻ കഴിഞ്ഞിട്ട് വണ്ടി അപ്പം ഞാൻ സൈഡാക്കി. NDRFും ഫയർഫോഴ്സും പോലീസും റവന്യൂ അധികൃതരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നുള്ള കൂട്ടായ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വാഹനങ്ങളെ ചെറുവത്തൂർ കോട്ടപ്പുറം റോഡ് വഴിയാണ് ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.